മുൻഗണന കൊടുത്തിട്ടുള്ള എല്ലാത്തിനും ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഭരണസമിതി ഏറ്റവും വലിയ സന്തോഷം. കാരണം അതിന് ഇവിടെ എനിക്ക് തോന്നുന്നു സെക്രട്ടറി അടക്കം എല്ലാ ഇംപ്ലിമെൻ്റ് ഓഫീസർമാരും സഹായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ വെതർ സ്റ്റേഷനായിരുന്നു ഞങ്ങൾ ഉയർത്തി കാണിച്ചിരുന്നത്. അത് ഇപ്രാവശ്യം ഈ മാർച്ചോടെ ഞങ്ങൾക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആരോഗ്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകിയിരുന്നു കഴിഞ്ഞ വർഷം. അതൊക്കെ ഞങ്ങൾക്ക് 4 സബ് സെൻ്റർ അടക്കം ആരോഗ്യ ഡിസ്പെൻസറി, യുനാനി ഡിസ്പെൻസറിക്ക് കെട്ടിടങ്ങളടക്കം നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ബഡ്ജറ്റാണ് ഈ വർഷവും അടുത്ത വർഷത്തെ ബഡ്ജറ്റും. അതുപോലത്തെ ഒരു അവതരണമാണ് ഇവിടെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. 6 വർഷത്തെ ബഡ്ജറ്റ്, അതിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം, അതുപോലെ തന്നെ ഗ്രാമസഭ വികസന സെമിനാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ഈ വർക്കിംഗ് ഗ്രൂപ്പുകളിൽ അതുപോലെ തന്നെ ഗ്രാമസഭകളിൽ ഒട്ടേറെ കാര്യങ്ങൾ ഈ പ്രദേശവുമായി പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിനൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ടാണ് ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ട് കാണിച്ചിട്ടുള്ള യുവജനങ്ങൾക്ക്, പുതിയ തലമുറ പ്രത്യേകിച്ച് ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളൊരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പുതിയ കളിസ്ഥലങ്ങൾ വരിക എന്നുള്ളതാണ് ഭരണസമിതി തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പഞ്ചായത്തിൽ ഒരു പൊതു കളിസ്ഥലം അത് വളരെ മുൻകൂട്ടി തന്നെ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്നാവുന്ന രൂപത്തിലേക്ക് കളിസ്ഥലത്തിന് വേണ്ടിയിട്ട് ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ മാറ്റിവെക്കണം എന്നാണ് ഭരണസമിതി ബഡ്ജറ്റിൽ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്കറിയാം. ഇവിടെ 24 മണിക്കൂർ എന്ന് വേണമെങ്കിൽ പറയാം. രാത്രിയും പകലൊക്കെ എപ്പോഴും ട്രാഫിക് ജാം നടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു സിഗ്നൽ ലൈറ്റ് സ്ഥാപിച്ചുകൊണ്ട് ഏറെക്കുറെ പരിഹാരമാകുന്ന രൂപത്തിലേക്ക് നമ്മളത് ബഡ്ജറ്റിൽ തന്നെ വകയിരുത്തിക്കൊണ്ട് അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ മേഖല, നമ്മുടെ പഞ്ചായത്തിനകത്ത് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒട്ടനവധി ആളുകളുണ്ട്. യുനാനി ഡിസ്പെൻസറി ബേസ് ചെയ്ത് ഒരു ഫിസിയോതെറാപ്പി സെൻറ്റർ ആലോചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികളൊക്കെ രാവിലെ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം വലിയൊരു പ്രശ്നമാണ്, പലപ്പോഴും ഉയർന്നു വന്ന പ്രശ്നമാണ്. അപ്പോൾ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാതൃകാപരമായിട്ട് തന്നെ പഞ്ചായത്ത് ഒരു പുതിയ നൂതന പദ്ധതി എന്ന നിലയിൽ നമുക്ക് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കുന്നതോടുകൂടി ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, വിദ്യാർത്ഥികൾ, വയോജനങ്ങൾ കൊണ്ട് ഈ ബഡ്ജറ്റിൽ അംഗീകാരം, അല്ലെങ്കിൽ ഈ ബഡ്ജറ്റിൻ്റെ നമ്മൾ എന്താണോ സ്വപ്നം കണ്ടിട്ടുള്ളത് ആ സ്വപ്നം സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വരും കാലഘട്ടങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ നടക്കും എന്നാണ് ബഡ്ജറ്റ് അവതരണം കൊടുത്തത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും മുൻ വർഷങ്ങളിൽ നടന്നതുപോലെ ബഡ്ജറ്റ് അവതരണം കഴിഞ്ഞ് ചില സംഗതികൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ വർഷമെങ്കിലും നമ്മൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അതുപോലെ തന്നെ വളരെയധികം സന്തോഷം എന്നെടുത്ത് പറയാനുള്ളത്, ഈ ബഡ്ജറ്റിൽ ഞാനടക്കം ആവശ്യപ്പെട്ട ഒരു സംഗതിയായിരുന്നു ജനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ജിപിയങ്ങാടി വടക്കേങ്ങാടി ബൈപ്പാസിലെ ട്രാഫിക് ജാം. അതിന് ഒരുപാട് പ്രതിഷേധങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിൽ ആ നിലയ്ക്ക് ബോർഡ് മീറ്റിങ്ങിൽ അതുപോലെ തന്നെ വൈസിനോടും പ്രസിഡന്റും നിരന്തരം നമ്മൾ ആവശ്യപ്പെടും. അത് പ്രകാരം അവരുടെ ആ ഒരു പ്രോത്സാഹനം, നമ്മുടെ ആ ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് അതിനെ ഈ ബഡ്ജറ്റിൽ വലിയൊരു തുക വെച്ചതിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉണ്ടാകും നമ്മൾ ഈ വർഷങ്ങളിൽ നടപ്പിലാക്കാൻ എല്ലാ ആശംസകളും നേരുന്നു.